നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓട്ടോമൊബൈൽ. ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓട്ടോമൊബൈൽസ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം, നിങ്ങളിപ്പോൾ 4th സെമസ്റ്ററിലാണ്. കഴിഞ്ഞ കൊല്ലം തന്നെ ഇതിനെപ്പറ്റി ബേസിക്കലി ആദ്യം തന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ ഞാൻ ഒന്ന് പൊടി തട്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. കാരണം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് പെട്രോൾ എഞ്ചിനിലേക്കാണ്. അതിന് മുമ്പ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തുടക്കത്തിൽ തന്നെ എന്താണ് എൻജിൻ, എന്താണ് ഒരു ചെറിയ റിവിഷൻ മാതിരി നമ്മൾ മുന്നിലേക്ക് പോകണം. എന്നാലാണ് പെട്രോൾ എഞ്ചിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പൊടി തട്ടി കൊടുത്താൽ മതി. എനിവേ, ഇന്നത്തെ ക്ലാസ്സാണ് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓട്ടോമൊബൈൽസ്. ഇതിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഹിസ്റ്ററി. എൻജിൻ എന്തിനാണ് ഒരു എൻജിൻ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഫ്യൂവൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ എനർജി ഫ്ലൈ വീലിലേക്ക് കൊടുക്കാനുള്ള ഒരു എക്യുപ്മെൻറ്റ്, ഒരു ഡിവൈസ്, അതിനാണ് നമ്മൾ എൻജിൻ എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഫ്യൂവൽ എനർജീനെ ഹീറ്റ് എനർജി ആക്കുകയും ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കുകയും ആ എനർജി ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്യുകയും, ഇങ്ങനത്തെ ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ്, അതിനെയാണ് എൻജിൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, എൻജിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1770 എൻജിൻ കണ്ടുപിടിച്ചു. അതാരെ കണ്ടുപിടിച്ച? മിസ്റ്റർ നിക്കോളാസ്. നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ നോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, അതൊക്കെ വന്നിട്ടുണ്ടാവണം. 1770 നിക്കോളാസ് എൻജിൻ കണ്ടുപിടിച്ചു. അത് എന്ത് എൻജിനായിരുന്നു? സ്റ്റീം എൻജിൻ. എക്സ്റ്റേണൽ എൻജിനിൽ പെട്ടതാണ് ഈ സ്റ്റീം എൻജിൻ എന്ന് പറയുന്നത്. സ്റ്റീം എൻജിൻ നമ്മൾ പണ്ടത്തെ കാലത്ത് തീവണ്ടിയൊക്കെ ഓടിയത് സ്റ്റീം എൻജിനിലാണ്. സ്റ്റീം എൻജിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വളരെ വലുപ്പം കൂടുതലായിരിക്കും. അതിന് ഒരു സെപ്പറേറ്റ് സ്ഥലം തന്നെ അത് ഓക്യുപ്പൈ ചെയ്യും. പുറത്തായാലും ഒരു സെപ്പറേറ്റ് സ്ഥലം തന്നെ അത് ഓക്യുപ്പൈ ചെയ്യും. അപ്പോൾ സ്റ്റീം എൻജിനാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. പിന്നെ ഓരോരുത്തർ ഇന്നത്തെ കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഉള്ള EFI എൻജിൻ, ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എൻജിൻ എത്തുന്നതിനും വരെ പല സ്റ്റേജുകളിലായിട്ട് അതിന് പല വ്യത്യാസങ്ങളും വച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം 4 സ്ട്രോക്ക്, അതിനുശേഷം പെട്രോൾ എൻജിൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചു. ഡീസൽ എൻജിനും പെട്രോൾ എൻജിനും വളരെ കംഫർട്ടായി. അതിന് കുറേ കമ്പാരിസൺസ് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് നമുക്ക് അടുത്ത് വരുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ടൈപ്സ് ഓഫ് എൻജിൻ എന്ന് പറഞ്ഞാൽ എത്ര തരം എൻജിനുകളുണ്ട്? എൻജിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ, രണ്ടാമത്തത് എക്സ്റ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രക്രിയ ആ എൻജിൻ്റെ അകത്ത് തന്നെ നടക്കുന്നു. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആ പ്രക്രിയ എൻജിൻ്റെ അകത്ത് തന്നെ നടക്കുന്നു. എക്സ്റ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറഞ്ഞാൽ ഈ പവർ കിട്ടുന്ന ആ പ്രക്രിയ, പവർ ഉണ്ടാക്കുന്ന പ്രക്രിയ നടത്തുന്നതിനായിട്ട് ഒരു എക്സ്റ്റേർണൽ പ്രോസസ്സിംഗ് പ്ലാന്റോ അല്ലെങ്കിൽ അതേമാതിരി ഡിവൈസ് തന്നെ വേണം, വേറൊരു ഭാഗം തന്നെ വേണം എക്സ്റ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ. ഉദാഹരണത്തിന് സ്റ്റീം എൻജിൻ, അതിലേക്ക് പെടുന്നതാണ് സ്റ്റീം എൻജിൻ മാത്രമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എക്സ്റ്റേർണൽ കമ്പസ്റ്റൻ എൻജിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറഞ്ഞാൽ ഈ പവർ ഉണ്ടാക്കുന്ന ആ എൻജിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സിലിണ്ടറും അതിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രക്രിയ നടക്കുന്നത് ആ സിലിണ്ടർ ആ എൻജിൻ്റെ അകത്ത് തന്നെയാണ്, ഉള്ളിൽ, പുറത്തല്ല, ഉള്ളിൽ തന്നെയാണ്. അങ്ങനത്തെ എൻജിനാണ് പറയുക ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ. ഈ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നിഷന് ഇലക്ട്രിക് സഹായം വേണം. ഒരു ഇലക്ട്രിക് സ്പാർക്ക് പ്ലഗിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് വർക്ക് ചെയ്യുന്നത്. അവിടെ സ്പാർക്ക് പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ടാണ് അതിനെ സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ്റെ വേറെ ഒരു
ടൈപ്പാണ് കംപ്രഷൻ ഇഗ്നിഷൻ. അവിടെ കംപ്രഷൻ മാത്രമേ ഉള്ളൂ, അവിടെ സ്പാർക്കില്ല. കംപ്രഷൻ മാത്രം നടക്കുമ്പോൾ ഹൈ കംപ്രഷൻ ആയിരിക്കും, അത് ഭയങ്കര കംപ്രഷൻ ആയിരിക്കും. ആ അടിയിൽ നിന്ന് പിസ്റ്റൺ നേരെ മുകളിലേക്ക് വരുമ്പോൾ ഹൈ കംപ്രഷനായിട്ട് തന്നെ അത് നിൽക്കും, അത് ഭയങ്കര ഹീറ്റാവും. നിങ്ങൾക്കറിയാം, ഏതൊരു സാധനവും കംപ്രസ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവും. ഏത് സാധനം ലിക്വിഡ് ഒഴിച്ച് കേട്ടോ, ഓയിൽ ലിക്വിഡ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനം കംപ്രസ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റാവും. ആ ഹീറ്റിലേക്ക് ഡീസൽ ഇഞ്ചക്ട് ചെയ്യുമ്പോഴാണ് അത് സ്പാർക്കാവുന്നത്. അതിനെ പറയാം കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ. ഈ രണ്ട് ടൈപ്പിലും 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞ എഞ്ചിനും 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞ എഞ്ചിനും ഉണ്ട്. ഈ 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും എവിടെയാണ് പറഞ്ഞത്? സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് വെച്ചാൽ ഇതിന് രണ്ടായിട്ട് സ്പാർക്ക് 2 ടൈപ്പ് എഞ്ചിനുണ്ട്. സ്പാർക്ക് ഇഗ്നിഷനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നുണ്ട് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനും ഒന്ന് റോട്ടറി എഞ്ചിനും. റോട്ടറി എഞ്ചിൻ എക്യുപ്മെൻറ്റ്സിലൊക്കെ അധികമുണ്ട്. എക്യുപ്മെൻറ്റ്സ് ടർബൈൻ ഇതിലൊക്കെ അധികം റോട്ടറി എഞ്ചിൻസാണ്. സ്പാർക്ക് ഇഗ്നിഷനിൽ റെസിപ്രോക്കേറ്റിങ്ങിൽ 2 ടൈപ്പ് ഉണ്ട്. അതിലാണ് ഒന്ന് 2 സ്ട്രോക്കും ഒന്ന് 4 സ്ട്രോക്കും. 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൻ്റെ 2 ആക്ഷൻ, 2 ട്രാവൽ, ടി ഡി സി ടു ബി ഡി സി, ബി ഡി സി ടു ടി ഡി സി. ടി ഡി സിന്ന് ബി ഡി സിക്ക് വരുന്നതും ബി ഡി സിന്ന് ടി ഡി സിക്ക് വരുന്നതും അത് 2 സ്ട്രോക്കാണ്. ഒരു ആക്ഷനെ പറയാം ഒരു സ്ട്രോക്ക്. ടി ഡി സിന്ന് ബി ഡി സിക്ക് വരുന്നത് ഒരു സ്ട്രോക്ക്, ബി ഡി സിന്ന് ടി ഡി സിക്ക് വരുന്നത് ഒരു സ്ട്രോക്ക്. ഈ 2 സ്ട്രോക്കിൽ അവർക്ക് ഒരു പവർ കിട്ടുന്നു. 2 സ്ട്രോക്കിൽ 2 പിസ്റ്റൻ്റെ 2 സ്ട്രോക്കിൽ ഒരു പവർ കിട്ടുന്നു. ഇവിടെ വെച്ചാൽ 4 സ്ട്രോക്കിലാണെച്ചാൽ 4 സ്ട്രോക്കിൽ 4 സ്ട്രോക്കിലാണ് ഒരു പവർ കിട്ടുന്നത്. അത് പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്കും, ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കും, പിന്നെയും ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്കും, പിന്നെ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കും പോകും. ഇത്ര ആകുമ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. 4 സ്ട്രോക്ക് അത് 4 ആക്ഷൻ നടക്കുമ്പോഴാണ് അവിടെ ഒരു സൈക്കിൾ തന്നെ കംപ്ലീറ്റ് ആവുന്നത്. അതിനെ പറയാം 4 സ്ട്രോക്ക്. ഈ 2 എണ്ണവും 2 സ്ട്രോക്കും 4 സ്ട്രോക്കും നമ്മുടെ ഡീസൽ എഞ്ചിനിലുണ്ട്. 2 സ്ട്രോക്കും ഉണ്ട്, 4 സ്ട്രോക്കും ഉണ്ട്. പക്ഷേ വ്യത്യാസം ഇവിടെ സ്പാർക്ക് ഇഗ്നിഷനാണ്, ഇവിടെ കംപ്രഷൻ ഇഗ്നിഷനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലോ? എൻജിനെ 2ആയിട്ട് തരംതിരിക്കുന്നു. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ ആൻഡ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിനിലാണ് സ്റ്റീം എൻജിൻ വരുന്നത്. ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ ഏരിയ വേണം. എൻജിൻ എക്സ്റ്റേണലാണ്, അതിൻ്റെ പവർ ഉണ്ടാക്കുന്ന പ്രക്രിയ എൻജിനിലാണെങ്കിലും ഇതിൻ്റെ ആ പവർ ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ പ്രഷറും കാര്യങ്ങളും അതിൻ്റെ എക്സ്റ്റേണൽ പാർട്ടാണ്. അതുകൊണ്ട് അതിന് കൂടുതൽ സ്ഥലം വേണം. പിന്നെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിനിൽ സ്പാർക്ക് ഇഗ്നിഷനുണ്ട്, കംപ്രഷൻ ഇഗ്നിഷനുണ്ട്. സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഇലക്ട്രിക് സഹായം വേണം. ആ സമയത്തിന് സ്പാർക്ക് കൊടുക്കണം. സ്പാർക്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പവർ പ്രൊഡക്ഷൻ ആവുന്നത്. ഇവിടെ കംപ്രഷൻ ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഹൈ കംപ്രഷൻ, ഹൈ പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് അതിൻ്റെ മിക്സറിനെ അല്ലെങ്കിൽ എയറിനെ കൊണ്ടുവരുമ്പോൾ എയർ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് എയറിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നു. ആ ഹീറ്റിലേക്കാണ് ഇവിടെ ഇഞ്ചക്ട് ചെയ്യുന്നത്, ഡീസൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അവിടെ അപ്പോഴാണ് കമ്പസ്റ്റൻ അവിടെ നടക്കുന്നത്, പവർ കിട്ടുന്നത്. ഈ കംപ്രഷൻ ഇഗ്നിഷനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും. 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്കും ഞാൻ പറഞ്ഞു തന്നു. 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ 2 സ്ട്രോക്കിൽ, അത് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്കും ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കും വരുന്ന 2 സ്ട്രോക്കിലും അതിന് ഒരു പവർ കിട്ടുന്നു. 2 സ്ട്രോക്ക് ആകുമ്പോഴാണ് അതിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ 4 സ്ട്രോക്ക് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്കും, പിന്നെ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കും, അഗൈൻ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്കും, ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കും. അങ്ങനെ 4 സ്ട്രോക്ക് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അതിനെ പറയാം 4 സ്ട്രോക്ക് എൻജിൻ. ഇത് 2 സ്ട്രോക്ക് എൻജിൻ, ഇത് 4 സ്ട്രോക്ക് എൻജിൻ. ഇത് വർക്ക് ചെയ്യുന്നത് കംപ്രഷൻ ഇഗ്നിഷനിലാണ്. ഇതിന് സ്പാർക്ക് പ്ലഗ് ഇല്ല. ഇവിടെ സ്പാർക്ക് ഇഗ്നിഷൻ ഇഗ്നിഷൻ എൻജിനിൽ 2 ടൈപ്പ് എൻജിൻ ഉണ്ട്. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ, അനദർ റോട്ടറി എൻജിൻ. റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ഉണ്ടാവും. അത് സ്ലൈഡിങ് മോഷനിൽ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന എൻജിനാണ് പറയുക
റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. റോട്ടറി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ബ്ലോക്ക് ഉണ്ടാവും, ട്രയാങ്കുലർ ബ്ലോക്ക്. അതിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് കംപ്രഷൻ ഇഗ്നിഷൻ ഈ സൈക്കിൾ മുഴുവനും ഇതിൻ്റെ അകത്തും വർക്ക് ചെയ്യും. പക്ഷേ അതിന് സെപ്പറേറ്റ് പിസ്റ്റൺ ഇല്ല. റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിലും ഈ 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും രണ്ടായിട്ടുണ്ട്. 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഡീസലുണ്ട്, പെട്രോളുണ്ട്. 4 സ്ട്രോക്ക് എഞ്ചിനിലും ഡീസലുണ്ട്, പെട്രോളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു തന്നു 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ രണ്ട് പിസ്റ്റൻ്റെ 2 സ്ട്രോക്കിൽ ഒരു പവർ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. പിസ്റ്റൻ്റെ 4 സ്ട്രോക്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. എന്ന പോലെ ഇവിടെ ഇഗ്നീഷൻ, സ്പാർക്ക് ഇഗ്നീഷനിലും അതേപോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. 4 സ്ട്രോക്കിലും ഒരു സൈക്കിൾ ആവുന്നു. ഈ 4 സ്ട്രോക്കിലാണ് ഒരു പവർ പ്രൊഡക്ഷൻ കിട്ടുന്നത്. ഇവിടെ 2 സ്ട്രോക്കിൽ ഒരു പവർ പ്രൊഡക്ഷൻ കിട്ടും. മനസ്സിലായില്ലേ? ഇൻലൈൻ എഞ്ചിൻ ഒരു സിലിണ്ടറുകളെല്ലാം ഒരു ലൈനിൽ ഇങ്ങനെ നിൽക്കുന്നതിനെ പറയാം ഇൻലൈൻ എഞ്ചിൻ. ഇൻലൈൻ എഞ്ചിൻ കോമൺലി ഞാൻ നേരത്തെ പറഞ്ഞു മാക്സിമം ഒരു 6 സിലിണ്ടർ വരെയൊക്കെ ഇൻലൈനിൽ ഒഴിക്കുള്ളൂ. അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ നീളം കുറേ കൂടി. 6 സാധാരണ ചെറിയ വണ്ടികളിലൊന്നും 6 സിലിണ്ടർ ഉണ്ടല്ല, 4 സിലിണ്ടർ ഉണ്ടാവുള്ളൂ. ഹെവി ട്രക്കിലും ഹെവി വെഹിക്കിൾസിലും 6 സിലിണ്ടറൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അഥവാ നമുക്ക് പവർ ഇനിയും വേണം, ഭയങ്കര പവർ വേണം. പക്ഷേ ഈ എൻജിൻ ഈ സിലിണ്ടർ മുഴുവനും ഒരു നിലയ്ക്ക് കൊണ്ട് വെച്ചിട്ട് 8 സിലിണ്ടർ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം കുറേ ഭാഗം വാഹനത്തിൻ്റെ എൻജിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെ എടുത്ത് സൈഡിലേക്ക് കൊണ്ടുപോകാം. അതിൽ 8 സിലിണ്ടർ ഉണ്ടെങ്കിൽ 4 സിലിണ്ടർ കൂടി അപ്പോൾ 8 സിലിണ്ടറായി. അപ്പം നീളം കുറഞ്ഞു. പക്ഷേ ഈ 1, 2, 3, 4, 5, 6, 7, 8 സിലിണ്ടർ ഇൻലൈനിൽ നിൽക്കുമ്പോൾ അതിനെ നമ്മൾ വി ഷേപ്പ് ആക്കുമ്പോൾ ഈ ഭാഗം നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. മനസ്സിലാവണ്ട? ഈ 4 സിലിണ്ടർ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ കുറച്ചുകൂടെ കമ്പാക്റ്റായി, ചെറുതായി. എങ്കിൽ കുറച്ച് നീളം കുറഞ്ഞാൽ 2 കാര്യമുണ്ട്. ഹാൻഡിലിങ് സുഖമാണ്. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ കേം ഷാഫ്റ്റിൻ്റെ എല്ലാത്തിനും നീളം കുറയും. സ്പേസ് കുറച്ച് മതി, ഓക്യുപ്പൈ ചെയ്യാൻ എഞ്ചിൻ കൂട്ട് ചെറുത് മതി. പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ആംഗിൾ ഈ സിലിണ്ടറും ഒരേമാതിരി ഒരേ ലൈനിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചിന് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് അതിനെ വി ഷേപ്പിൽ ആക്കുന്നു. അതിൽ 4 എണ്ണം ഇങ്ങനെയുള്ളത് ഇതിനെ ഈ നിലയ്ക്കാക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന എഞ്ചിനെ ഇങ്ങനെ സൈഡിലേക്ക് തിരിച്ച് വയ്ക്കുന്നു. ഇപ്പുറത്തുള്ള ഈ സിലിണ്ടർ ഇങ്ങനെ തിരിച്ച് വയ്ക്കുന്നു. ഇതൊരു ഏകദേശം 60 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ ചെരിച്ച് വയ്ക്കുന്നുണ്ട്. മാക്സിമം വെഹിക്കിൾസിലൊക്കെ എൻജിൻസിലൊക്കെ 60 ഡിഗ്രിയാണ് വരുന്നത്. ഇതിനെ പറയാം വി ഷേപ്പ് എൻജിൻ. അതായത് ഒരു സിലിണ്ടർ ഇങ്ങനെയും ഒരു സിലിണ്ടർ ഇങ്ങനെയും. ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഈ പിസ്റ്റണും ഈ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഹൈറ്റിനും വ്യത്യാസം വരും. നമ്മൾ പറഞ്ഞല്ലോ ക്രാങ്ക് ഷാഫ്റ്റിന് നീളം കൂടുന്നു. ഹൈറ്റ് ഇൻലൈനിൽ ഉള്ള എഞ്ചിനായിട്ടാൽ ഹൈറ്റ് ഇത്ര വരും. ഇൻലൈനിലുള്ള എഞ്ചിൻ്റെ ഹൈറ്റ് ഇത്ര വരും. പക്ഷേ ഇതേ എഞ്ചിൻ തന്നെ ഇതേ സിലിണ്ടർ തന്നെ ഇതിനെ ചെരിച്ച് വയ്ക്കുകയാണ്. ഒരു 60 ഡിഗ്രിക്ക് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വല്ലാണ്ട് കുറച്ച് കുറവെന്ന് പറഞ്ഞാൽ എഞ്ചിനൊക്കെ സംബന്ധിച്ച് കുറച്ച് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ചെറിയ ഒരു ഉയരക്കുറവും വളരെ വ്യത്യാസം വരുത്തും. അതിൻ്റെ വെയിറ്റിലും അതിൻ്റെ പവറിലൊക്കെ കുറേ വ്യത്യാസം വരുത്തും. ഓക്യുപ്പൈയിലും സ്പേസിൽ ടോട്ടലി വ്യത്യാസം വരുത്തും. അതുകൊണ്ട് ഈ ഇൻലൈനിലുള്ള എൻജിനേക്കാളും നല്ലത് വി ഷേപ്പിലുള്ള എൻജിനാണ്. കാരണം പവർഫുൾ എൻജിൻ വേണമെങ്കിൽ കുറേ സിലിണ്ടർ ഇൻലൈനിൽ കൊടുക്കുന്നതിന് പകരം വി ഷേപ്പിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിന് പകുതി മതിയാവും. അടുത്തതാണ് ഓപ്പോസിറ്റ്.
ഇൻലൈനിലുണ്ട്, വി ഷേപ്പിലുണ്ട്, ഓപ്പോസിഡ്. ഓപ്പോസിഡ് എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൺ ഇങ്ങനെയാണ് നയിക്കും, അടുത്ത പിസ്റ്റൺ ഇങ്ങനെയാണ്. അതായത് ഈ ഒരു പിസ്റ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. അത് രണ്ടും ഒരെണ്ണം ഇങ്ങോട്ട് വർക്ക് ചെയ്യും, ഒരെണ്ണം ഇങ്ങോട്ട് വർക്ക് ചെയ്യും. അടുത്ത മൂന്നാമത്തെ സിലിണ്ടറിന് ഇവിടെയും അടുത്ത് ഇവിടെയും എല്ലാ സിലിണ്ടറുകളും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ എൻജിൻ എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് കാരണം ഇത് ഹോറിസോണ്ടലായിരിക്കും. ഇതിന് ഉയരം വളരെ കുറവാണ്, ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ ഈസിയാണ് ഹാൻഡ്ലിങ്. എന്നുവെച്ചാൽ ഇത് ഉയരം കുറവും വീതി കൂടുതലാണ്. ആദ്യത്തെ നമ്മുടെ എൻജിന് ഹൈറ്റ് കൂടുതലായിരുന്നു, രണ്ടാമത്തേന് കുറച്ചും കൂടെ കുറഞ്ഞു. മറ്റേത് 90 ഡിഗ്രിയിലായിരുന്നു, ഇത് വി ഷേപ്പിലായിരുന്നു, ഇത് ഹോറിസോണ്ടലാണ്. അതുകൊണ്ട് വല്ലാണ്ട് ഹൈറ്റ് കുറഞ്ഞു. അടുത്തൊരു ടൈപ്പാണ് റേഡിയൽ. റേഡിയൽ എൻജിൻ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമൊബൈൽസിൽ കണ്ടിട്ടില്ല. റേഡിയൽ എൻജിൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന എൻജിനാണ്. ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ അക്യുറസി, അതേമാതിരി തന്നെ വളരെ ഈക്വലായിട്ടുള്ള ഫോഴ്സുകൾ വരണം, അത്ര പവർഫുള്ളായിരിക്കണം. അത് റേഡിയൽ എൻജിൻ ഫ്ലൈറ്റിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഒരു സർക്കിളിൻ്റെ അകത്ത് ഈ എല്ലാം സർക്കിൾ രൂപത്തിലാണ് ഇതിന് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ സിലിണ്ടറുകളും സർക്കിളിലാണ്. എത്ര സിലിണ്ടർ ഉണ്ടോ അത് മുഴുവനും ഫിറ്റ് ചെയ്യുന്നത് സർക്കിൾ ബേസ്ഡാണ്. എല്ലാം സർക്കിളായിട്ടാണ്. ഒരു സർക്കിളിൻ്റെ അകത്താണ് ഈ സിലിണ്ടർ മുഴുവൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനെ പറയാം റേഡിയൽ എൻജിൻ. ഇതിൻ്റെ ഗുണം എന്താ? വളരെ ചെറുതായിരിക്കും. അതേമാതിരി ഇതിൻ്റെ പവറ്, ഇത് ചെറിയ പവറായാലും വലിയ പവറായാലും ഈക്വൽ പവറാണ്. എല്ലാവിടേക്കും ഒരേമാതിരി പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ വളരെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻജിൻ വളരെ കനം കുറഞ്ഞ എൻജിനാണ്, റിജിഡാണ്, നല്ല സോളിഡ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, പവർഫുൾ എൻജിനാണ്. നീളവും വീതിയും ഒക്കെ കുറവാണ്. ഉദാഹരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എൻജിൻ പവറിൽ പോകുന്ന പവർ കൂടുതലാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ബേസിൽ ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്ന പ്ലെയിൻ ചിലപ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് സ്ലിപ്പാവാനും പോകാനും സാധ്യതകളുണ്ട്. ഉദാഹരണം, നിങ്ങൾ ഇപ്പോൾ ബൈക്ക് ഓടിച്ചിട്ട് പോകുന്ന പിള്ളേരാണ്. ബൈക്ക് ഓടിച്ചിരുന്ന പിള്ളേർ ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ 80-100 പോകുമ്പോൾ ഏതെങ്കിലും ചെറിയ കിളിയോ അല്ലെങ്കിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ മിററോ ഒന്ന് ചെറുതായിട്ട് തട്ടിയാൽ ഈ വണ്ടി പിന്നെ പിടിച്ചാൽ കിട്ടും. ഇത് നേരെ നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തേക്കേ പോകുള്ളൂ. എന്ന പോലെ ഈ എൻജിനും അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഫ്ലൈറ്റിന് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ചകൾ വന്നാൽ, ഏതെങ്കിലും ഒരു പിസ്റ്റണിൽ ഒരു വീഴ്ചകൾ വന്നാൽ, അല്ലെങ്കിൽ പവർ ഈക്വലായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് തെന്നി മാറിപ്പോകും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് റേഡിയൽ എൻജിൻ. അപ്പോൾ അക്കോർഡിംഗ് ടു സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്സ് ദർ ഈസ് 4 ടൈപ്പ് ഓഫ് എൻജിൻ. 1 ഇൻലൈൻ, 2 വി ഷേപ്പ്, 3 ഓപ്പോസിറ്റ്, 4 റേഡിയൽ. ഇനി അടുത്ത് നമ്മൾ വരുന്നതാണ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, സിലിണ്ടർ ഓരോ എൻജിനും പ്രത്യേകതകളുണ്ട്. എത്ര സിലിണ്ടർ, ഏത് സിലിണ്ടർ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതിന് പേരുകളുണ്ട്. അത് ചിലപ്പോൾ മോട്ടോർ സൈക്കിളുണ്ട്, അതിൻ്റെ എത്ര സിലിണ്ടർ ഉണ്ട്? 1 സിലിണ്ടർ. മോട്ടോർ സൈക്കിൾ അല്ലാണ്ട് വേറെ ഇതുണ്ട്, അതിനെ വേറെ എൻജിൻ എന്ന് പറയാമെന്ന് വെച്ചാൽ മൾട്ടി സിലിണ്ടർ, ഒന്നിൽ കൂടുതൽ സിലിണ്ടർ ഉണ്ടാവും. അപ്പോൾ ഒരു സിലിണ്ടറുള്ള തന്നെ നമുക്ക് പറയാം സിംഗിൾ സിലിണ്ടർ. അടുത്തതാണ് മൾട്ടി സിലിണ്ടർ. സിംഗിൾ സിലിണ്ടർ, മൾട്ടി സിലിണ്ടർ. ഒരു സിലിണ്ടറുള്ള തന്നെ സിംഗിൾ സിലിണ്ടർ എന്നും, ഒന്നിൽ കൂടുതൽ സിലിണ്ടറുള്ള തന്നെ മൾട്ടി സിലിണ്ടർ എന്നും നമുക്ക് പറയാം, ക്ലാസിഫൈ ചെയ്യാം.
പിന്നെ അതേപോലെ തന്നെയാണ് അടുത്തത് സ്ട്രോക്ക്. ഓരോ സ്ട്രോക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാം. സ്ട്രോക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു എഞ്ചിൻ വാങ്ങാൻ പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ചെറിയ മെഷീനറി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കും 2 സ്ട്രോക്കാണോ 4 സ്ട്രോക്കാണോ എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഹിസ്റ്ററിയിൽ പഠിച്ചു 2 ടൈപ്പ് സ്ട്രോക്ക്. ഏതാ? 2 സ്ട്രോക്കും 4 സ്ട്രോക്കും. 2 സ്ട്രോക്കും 4 സ്ട്രോക്കും. അപ്പോൾ 2 ടൈപ്പ് സ്ട്രോക്കിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നാണ് 2 സ്ട്രോക്ക്, അടുത്തതാണ് 4 സ്ട്രോക്ക്. 2 ടൈപ്പിൽ നമുക്ക് ഇതിനെ തരംതിരിക്കാം. അടുത്തതാണ് കൂളിംഗ് സിസ്റ്റം. കൂളിംഗ് സിസ്റ്റം ഏത് ടൈപ്പാണ് കൂളിംഗ് സിസ്റ്റം ഈ എഞ്ചിനിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഈ എഞ്ചിനിൽ ഉപയോഗിച്ചിട്ടുള്ള കൂളിംഗ് സിസ്റ്റം ഏത് ടൈപ്പാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇതിനെ തരംതിരിക്കാം. നോർമലി എല്ലാ എഞ്ചിനിലും 2 ടൈപ്പ് കൂളിംഗ് സിസ്റ്റം വരുന്നുള്ളൂ. ഒന്ന് വാട്ടർ കൂളിംഗ്, 2 എയർ കൂളിംഗ്. എയർ കൂളിങ്ങിന് ഉദാഹരണമാണ് നിങ്ങൾക്കറിയാം മോട്ടോർ സൈക്കിളുകളൊക്കെ ഫെൻസിങ് കൂടുതലുള്ള അധികം സിലിണ്ടർ ബോർഡിൻ്റെ സൈഡിലൊക്കെ ഫെൻസിങ് കൂടുതലുള്ളത് എയർ കൂൾഡ് എഞ്ചിൻ, മറ്റേത് വാട്ടർ കൂൾഡ് എഞ്ചിൻ. വാട്ടർ കൂൾഡ് എഞ്ചിന് റേഡിയേറ്റർ ഉണ്ടാവും. എയർ കൂൾഡ് എഞ്ചിൻ ആൻഡ് വാട്ടർ കൂൾഡ് എഞ്ചിൻ. എയർ കൂൾഡ്, വാട്ടർ. അടുത്ത് നമുക്ക് പോവാം വാൽവ് അറേഞ്ച്മെൻറ്റ്സ്. അക്കോർഡിംഗ് ടു വാൽവ് അറേഞ്ച്മെൻറ്റ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട്. വാൽവ് അറേഞ്ച്മെൻറ്റ്സ് കുറേ ടൈപ്പ് വാൽവ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ഇതിനെ 4ആയിട്ട് തിരിക്കാം. നിങ്ങൾക്ക് പഠിക്കാനും ഓർമ്മയിൽ നിൽക്കാനും എളുപ്പത്തിന് ഇങ്ങനെ വായിക്കാം. LIFT എന്ന് പറഞ്ഞാൽ എന്താ? ലിഫ്റ്റ്. വാൽവ് അറേഞ്ച്മെൻറ്റിൽ എത്രയായിട്ട് തരംതിരിക്കാം? ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനിൽ വാൽവുകൾ മുഴുവനും അറേഞ്ച് ചെയ്തത് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഷേപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിനെ എൽ ഷേപ്പ് എന്ന് പറഞ്ഞത്. അതായത് ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ഒരു സൈഡിൽ വാൽവും മോൾ ഭാഗത്ത് മറ്റേ വാൽവും, എക്സോസ്റ്റ് വാൽവും ഇൻലെറ്റ് വാൽവും ഫിറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് എൽ ഷേപ്പ് എന്ന്. ഐ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഫിറ്റ് ചെയ്തിട്ടുള്ളത് മോളിലാണ്, അത് ഐ ഷേപ്പിലാണ്. അതുകൊണ്ട് അതിനെ പറയുന്നു ഐ ഷേപ്പ്. പിന്നുള്ളത് എഫ് ഷേപ്പ്. എഫ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവ് സിലിണ്ടർ ഹെഡിൻ്റെ മുകളിലും എക്സോസ്റ്റ് വാൽവ് സൈഡിലും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് എഫ് ഷേപ്പാണ്. അതിനെ പറയും എഫ് ഷേപ്പ്. ടി ഷേപ്പ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ 2 സൈഡിലും വാൽവ് അറേഞ്ച്മെൻറ്റ്സ്. ഒരു സൈഡിൽ ഇൻലെറ്റും ഒരു സൈഡിൽ എക്സോസ്റ്റും. ഇതിനെ പറയും ടി ഷേപ്പ്. അപ്പോൾ എൽ ഷേപ്പ്, ഐ ഷേപ്പ്, എഫ് ഷേപ്പ്, ടി ഷേപ്പ്. അടുത്തതാണ് ഫ്യൂവൽ. ഡിപ്പെൻഡ് അപ്പോൺ ഫ്യൂവൽ. ഏത് ടൈപ്പ് ഓഫ് ഫ്യൂവലാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ആ എൻജിൻ എങ്ങനത്തെയാണെന്ന്. നമ്മളിപ്പോൾ ഒരു വാഹനം മേടിക്കാൻ പോയി, ഒരു ഷോറൂമിൽ പോയി, നമ്മൾ കൊറോണ അല്ലെങ്കിൽ ഒരു മാരുതി എൻജിൻ വണ്ടി വാങ്ങാൻ പോയി. ആദ്യം ചോദിക്കുക സെയിൽസ്മാൻ അങ്ങോട്ട് ചോദിക്കും ഡീസലാണോ പെട്രോളാണോ. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? എൻജിൻ തരംതിരിച്ചും ക്ലാസിഫിക്കേഷൻ. എൻജിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഡീസൽ എൻജിനാണോ വേണ്ടത് പെട്രോൾ എൻജിനാണോ? അപ്പോൾ അതിനർത്ഥം ഫ്യൂവൽ, അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏത് ടൈപ്പാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിനെ തരംതിരിക്കാം. ഒന്ന് പെട്രോളുണ്ട്, പെട്രോൾക്ക് 2, ഡീസൽ 3, മൂന്നാമത്തെ ഉണ്ടോ? ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. പല 3 ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന ഉണ്ട്, ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടെ സിറ്റിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
പച്ച കളറടിച്ച ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷ ഓടുന്നത് ഗ്യാസിലാണ്. അതിനെ പറയുക ഗ്യാസ് എൻജിൻ. പിന്നെ ഒരു ടൈപ്പ് ഉണ്ട് ഡുവോ. ഡബിൾ, രണ്ട് ടൈപ്പ് ഇന്ധനം അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒന്ന് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് പെട്രോളും, അത് കഴിഞ്ഞാൽ സ്വിച്ച് ചേഞ്ച് ഓവർ ചെയ്ത് അതിനെ ഗ്യാസിലേക്ക് ആക്കും. ആദ്യം പെട്രോളും പിന്നെ ഗ്യാസിലേക്ക്. ഇങ്ങനെ ആക്കുന്ന 4 ടൈപ്പ് എഞ്ചിനുകളുള്ളൂ. അത് മാക്സിമം ഇവിടെ മെയിനായിട്ട് ഈ 2 എഞ്ചിനാണ് ഇവിടെ നിരത്തിൽ നമ്മൾ കാണുന്നത്. അടുത്തായിട്ട് പറഞ്ഞാൽ നമുക്ക് അടുത്ത് പോവാം ക്ലാസിഫിക്കേഷനിലേക്ക്. ആപ്ലിക്കേഷൻ അനുസരിച്ച് അത് എൻജിൻ്റെ സ്പീഡ് അതിന് പല കാര്യത്തിനും പല ടൈപ്പ് എൻജിൻ ആവശ്യം. നല്ല സ്പീഡ് കൂടിയ എൻജിൻ വേണം, സ്പീഡ് കുറഞ്ഞ എൻജിൻ വേണം, അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡുള്ള എൻജിൻ വേണം. അപ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ സ്പീഡ് ഒന്ന് എന്നും പറയാം, വേരിയബിൾ സ്പീഡ് എൻജിൻ എന്നും പറയാം. ഇങ്ങനെ 2 ടൈപ്പ് എൻജിനാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനിലുള്ളത്, സ്പീഡ് എൻജിനും വേരിയബിൾ എൻജിനും. അപ്പോൾ മൊത്തം ടൈപ്സ് ഓഫ് എൻജിൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അക്കോർഡിംഗ് ടു സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്സ്, അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, അക്കോർഡിംഗ് ടു സ്ട്രോക്ക്, അക്കോർഡിംഗ് ടു കൂളിംഗ് സിസ്റ്റം, അക്കോർഡിംഗ് ടു വാൽവ് അറേഞ്ച്മെൻറ്റ്സ്, അക്കോർഡിംഗ് ടു ഫ്യൂവൽ ആപ്ലിക്കേഷൻ. 1, 2, 3, 4, 5, 6, 7 ടൈപ്പ് സിലിണ്ടേഴ്സ് എന്നെ അനുസരിച്ച് 7 ടൈപ്പ് എൻജിനുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാണ്. ഇപ്പോൾ ഒന്നും കൂടെ പൊടി വെക്കുന്നു, ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യുന്നു മാത്രം. ഓക്കെ, എന്തെങ്കിലും സംശയം പോയിട്ട്. ഓക്കെ, ക്ലാസ് എടുത്തതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ഇല്ലെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണുക, അത് ശ്രദ്ധിക്കുക. അതിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇന്നത്തെ ക്വസ്റ്റ്യനാണ് 3 ക്വസ്റ്റ്യനുള്ളൂ. ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് V-shaped engine? വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് V-shaped engine? V-shaped എഞ്ചിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദി എഞ്ചിൻ ഹെഡ് അക്കോർഡിംഗ് ടു ടൈപ്സ് ഓഫ് വാൽവ് അറേഞ്ച്മെൻറ്റ്. നെയിം ദി എഞ്ചിൻ ഹെഡ് അക്കോർഡിംഗ് ടു ടൈപ്സ് ഓഫ് വാൽവ് അറേഞ്ച്മെൻറ്റ്സ്. വാൽവ് അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് എഞ്ചിനെ എത്രയായിട്ട് തരംതിരിക്കുന്നു, അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്?